ജെൻസി തലമുറയാണോ മില്ലേനിയൽസ് ആണോ അടിപൊളി? ഇങ്ങനൊരു ചോദ്യമുണ്ടായാൽ സമൂഹ മാധ്യമങ്ങളിൽ പൊരിഞ്ഞടിയായിരിക്കും ഫലം. ജെൻസി അപ്ഡേറ്റഡ് ആണ്, മില്ലേനിയൽസ് അത്ര പോരാ, അങ്ങനെ ചർച്ച ഏതൊക്കെയോ വഴിക്ക് പോകും. അതങ്ങനെ പോയിക്കോട്ടെ. പക്ഷെ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഐക്യുവിനെ കുറിച്ചാണ്. ഈ രണ്ട് തലമുറയ്ക്കിടയിൽ ആർക്കായിരിക്കും കൂടുതൽ ബുദ്ധി? ഉത്തരമറിയാൻ ഇൻട്രസ്റ്റ് കാണുമെന്നറിയാം. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. സമൂഹ മാധ്യമങ്ങൾ നിറയെ ജെൻസി മില്ലേനിയൽസ് പോരാണ്. അവരത്ര പോരെന്ന് ഇവരും, ഇവരത്ര പോരെന്ന് അവരും. അങ്ങനെ അലമ്പോടലമ്പ്. എന്നാൽ ബുദ്ധിയുടെ കാര്യത്തിൽ, വിച്ച് മീൻസ് ഐക്യു, അതിന്റെ കാര്യത്തിൽ മില്ലേനിയൽസ് ജെൻസി കടത്തി വെട്ടുമെന്നാണ് ശാസ്ത്രീയ പഠനം കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മില്ലേനിയൽസിന് 1000+ ഓറാണെന്ന് ചുരുക്കം. ടെക്നിക്കൽ നോളജിന്റെ അതിപ്രസരം കാരണം ജെൻസി തലമുറയിൽപ്പെട്ടവരുടെ ബൗദ്ധിക വികാസം അഥവാ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കുറവാണെന്നാണ് പഠനം കണ്ടെത്തിയത്. ന്യൂറോ സയന്റിസ്റ്റായ ഡോക്ടർ ജാരഡ് കുണി ഹോർവാത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പഠനം. അതനുസരിച്ച് ഐക്യു സ്കോറിൽ മുൻപുള്ള തലമുറയേക്കാൾ കുറവ് സ്കോർ നേടുന്ന ആദ്യ തലമുറയാണ് ജെൻസി. ബുദ്ധിശക്തിയിലും ഐക്യു നിലവാരത്തിലും പുതിയ തലമുറകൾ പഴയവരെക്കാൾ മികച്ചതായിരിക്കുമെന്ന ധാരണയാണ് ഇതോടുകൂടി തിരുത്തപ്പെടുന്നത്. 1930-കൾ മുതൽ ഓരോ 10 വർഷം കൂടുമ്പോഴും മനുഷ്യന്റെ ശരാശരി ഐക്യു സ്കോറിൽ കൃത്യമായ വർധന രേഖപ്പെടുത്തിയിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങനെയൊരു മാറ്റം എന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യരാശിയുടെ ബുദ്ധി വളർച്ച കുറയുകയാണോ എന്നതാണ് ഉയരുന്ന ചോദ്യം. പഠനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള കഴിവ്, ഓർമ്മശക്തി, വായന, ഗണിതശാസ്ത്രപരമായ കഴിവ്, പ്രശ്ന പരിഹാര കഴിവുകൾ എന്നിവയിലെല്ലാം ജെൻസി മില്ലേനിയൽസിനേക്കാൾ പിന്നിലാണ്. US സെനറ്റ് കമ്മിറ്റിക്ക് മുൻപാകെയായിരുന്നു ഡോക്ടർ ജാരഡ് കുണി ഹോർവാത്തും മറ്റ് വിദഗ്ധരും ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത്. പരസ്പര ഇടപെടലുകളിലൂടെ നേടേണ്ട അറിവുകളിൽ ജെൻസി പിന്നോട്ടു പോകാൻ കാരണം സാങ്കേതിക വിദ്യ ആശ്രയിച്ചുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ് എന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. 2010 മുതലാണ് ബൗദ്ധിക ശേഷിയിലെ പിറകോട്ട് നടത്തം ആരംഭിച്ചതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു കൗമാരക്കാരൻ ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ പകുതിയിലധികവും സ്ക്രീനിലാണ് ചെലവഴിക്കുന്നത്. ഇത് അവരുടെ കഴിവുകളെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ടെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. മനുഷ്യപരിണാമം വളരെ കാലമായി വികസിച്ചിട്ടുള്ളത് പരസ്പര ഇടപെടലിലൂടെയാണ് എന്നാണ് ഹോർവാത്തും മറ്റ് വിദഗ്ധരും വിശദീകരിക്കുന്നത്. സ്ക്രീൻ അധിഷ്ഠിത പഠനം ഈ അടിസ്ഥാന വികസന നൈപുണ്യത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇത് ഈ തലമുറയിലെ വൈജ്ഞാനിക വളർച്ചയെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ പറയുന്നു. ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള തലച്ചോറിന്റെ ശേഷിയെ സാങ്കേതിക വിദ്യ ഒരു തരത്തിലും സഹായിക്കുന്നില്ല. മനുഷ്യർ ജൈവശാസ്ത്രപരമായി പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് മറ്റ് മനുഷ്യരിൽ നിന്നും അറിവുകൾ സ്വായത്തമാക്കാനാണ് എന്നും ഹോർവാത്ത് പറയുന്നുണ്ട്. AI-യുടെ സ്വാധീനം ജെൻസികളുടെ ബുദ്ധിയെ കുറച്ചൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്. AI-യിൽ നിന്നും വേഗത്തിൽ ഉത്തരങ്ങൾ ലഭിക്കുന്നു. ഈ രീതി അവരുടെ ബുദ്ധിശക്തി നശിപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഹോർവാത്തിന്റെ വിശദീകരണം. സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിലുണ്ടെങ്കിലും അത് മനുഷ്യന്റെ ചിന്താശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 80 രാജ്യങ്ങളിൽ ഗവേഷണം നടത്തിയിട്ടുണ്ടെന്നും ക്ലാസ് മുറികളിലേക്ക് കൂടുതൽ സാങ്കേതിക വിദ്യ കടന്നു വന്നതോടെ പഠനഫലങ്ങൾ മോശമാകുന്ന പ്രവണതയാണ് ഉയർന്നതെന്നും ഹോർവാത്ത് പറയുന്നു. മാത്രമല്ല, സ്കൂൾ പഠനത്തിനായി ഒരു ദിവസം 5 മണിക്കൂർ മാത്രം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കുട്ടികൾ ക്ലാസ്സിൽ അപൂർവമായി അല്ലെങ്കിൽ ഒരിക്കലും സാങ്കേതിക വിദ്യ ഉപയോഗിക്കാത്തവരെക്കാൾ കുറഞ്ഞ സ്കോറാണ് നേടിയതെന്നും ഈ പഠനം കണ്ടെത്തുന്നുണ്ട്.